കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യാച്ച? ചികിത്സിക്കുക അല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? ചെറുപ്പത്തിൽ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ചേട്ടൻ എന്താ വല്ലാതെ? ഒന്നുമില്ല. അതല്ല, എന്തോ കുഴപ്പമുണ്ട്. നിന്റെ മുഖത്ത് നോക്കിയാൽ അതറിയാം. എന്താ കാര്യം? ഒന്നുമില്ല. അവർക്ക് സുഖമില്ലെന്ന് വെച്ചാൽ നീ ആശുപത്രി തന്നെ കെട്ടിക്കിടക്കുന്ന എന്തിനാ? അവരെ നോക്കാനാണ് ഡാക്ടർമാരും നഴ്സുമാരും ഒക്കെ ഇല്ലയോ? നീ ഒന്നും മിണ്ടാതിരിക്കുക എന്റെ ശാരദാമ്മേ. നിങ്ങൾക്കെന്താ? പെറ്റ വയറ് സമ്മതിക്കാത്തത് കൊണ്ട് പറഞ്ഞു പോയതാ. വേറെ വല്ല ആമ്പിള്ളാർ വരുന്നെങ്കിൽ ഈ പ്രാന്തി ഇങ്ങനെ നോക്കുമോ? എന്നെ വീട്ടിലെങ്ങാനും വിട്ടേനെ. അമ്മ കൊള്ളാം, നല്ല ആളാണ്. സുഖമില്ലെന്ന് കരുതി ആരെങ്കിലും ഭാര്യ ഉപേക്ഷിക്കുമോ? അയ്യോ, ഇത് അങ്ങനത്തെ സൂക്കേട് വല്ലതാണോ? പ്രാന്തല്ലയോ? എനിക്ക് തോന്നുന്നില്ല ഈ പെണ്ണിന്റെ സൂക്കേട് സുഖമാകുന്നു. ഭ്രാന്തിന് ചികിത്സിക്കലായിരുന്നോ നിന്റെ തൊഴിൽ? അവളെ പറ്റി പറയുന്നത് നിങ്ങളെന്താണ് ദേഷ്യപ്പെടുന്നത്? അവളിവിടെ വലിഞ്ഞു കയറി വന്നവളല്ല, വിനോദ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാണ്. ആർക്കും വേണ്ടാത്ത ഒരു ഭ്രാന്തിയെ അവന്റെ തലയെ കെട്ടിവെച്ചെന്ന് പറ. അവർക്ക് കല്യാണത്തിന് മുമ്പേ ഭ്രാന്ത് ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് അതുപോലെ പലതും തോന്നും. അതെല്ലാം ശരിയായിരിക്കണമെന്നുണ്ടോ? ബിന്ദുവിനെ കുറിച്ച് കുറെ കൂടി ദയോടുകൂടി നീ ചിന്തിക്കണം. നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ചാ മതി. ആ ഭ്രാന്തി കാരണം അവന്റെ ജീവനം പാഴായി പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ ഭർത്താവ് അടിച്ചിറക്കണം. അത് ഭാര്യയ്ക്കും ആകാം. എനിക്ക് സുഖമില്ല, നീ എന്നെ അടിച്ചിറക്ക്. അങ്കിൾ, ബിന്ദുവിന് വേണ്ടി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. അമ്മേ, ബിന്ദുവിന്റെ അമ്മ അപ്പുറത്തുണ്ട്. അതിനെനിക്കെന്താ? എല്ലാരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ആർക്കും എന്തും പറയാം. ഒരാൾ പറയുന്നത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാതിരുന്നാൽ നന്ന്. ഞാനൊന്നും പറയുന്നില്ല. അവൻ എവിടെങ്കിലും പോയി തൂങ്ങി ചാവുമ്പോഴേ നിങ്ങൾ പഠിക്കും. വിനോദ്, അമ്മ എന്ത് പറയുന്നു? മക്കളോട് സ്നേഹമുള്ള എല്ലാ അമ്മമാരും പറയുന്നത് തന്നെ. ബിന്ദുവിന് സുഖമാകുമോ രാജി? പിന്നെ ഇത് പഴയ കാലമല്ലല്ലോ. നല്ല മരുന്നുകളൊക്കെ ഇല്ലേ? അച്ഛന് ബിന്ദുവിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ട്. ബിന്ദുവിന്റെ അസുഖം മരുന്നുകൊണ്ട് മാത്രം ഭേദമാകുമോ? അച്ഛനൊരു വലിയ സൈക്കാട്രിസ്റ്റ് അല്ലേ, വേണ്ടതൊക്കെ ചെയ്യും. ഒരു പക്ഷേ ഒരു അത്ഭുതം പോലെ ബിന്ദുവിന് നാളെ സുഖമായെന്ന് വരാം. വിനോദ് അവളെ ഓർത്ത് വിഷമിക്കരുത്, ധൈര്യമായിരിക്കും. ഹലോ ബിന്ദു, നീ എന്റെ പേഷ്യന്റ് അല്ലേ? ഇന്ന് പേടി തോന്നിയോ? ഇല്ലെങ്കിൽ വെരി ഗുഡ്. ഇനി ഒരിക്കലും നിനക്ക് പേടി തോന്നുകയില്ല. മിടുക്കി. ബിന്ദുവിന്റെ അസുഖം ഭേദമായി. അതിന് അങ്കിളിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇതെന്റെ കടമയല്ലേ? ഇനി അവളുടെ മനസ്സിന് ഷോക്ക് തട്ടാതെ സൂക്ഷിക്കണം. 2-3 ദിവസത്തേക്ക് നിങ്ങൾ രണ്ടുപേരും വെളിയിൽ എവിടെയെങ്കിലും പോയി വരുന്നത് നന്നായിരിക്കും. ഒരു മാറ്റം എനിക്കും ആവശ്യമാണ്. ഇന്ന് തന്നെ പുറപ്പെടാം. വെരി ഗുഡ്. മഴ പെയ്യും. മഴ പെയ്താൽ നമുക്ക് നനയാം. എന്താ ബിന്ദു? എന്താ? അവരാണ് 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 അവർ. ബിന്ദു, 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 അവരാണ് 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 ബിന്ദു, ബിന്ദു,
മര്യാദയ്ക്ക് കഥ ഓർക്കുകയാണ് നല്ലത്. നിങ്ങൾ എന്തിനാണ് എന്നെ കണ്ടപ്പോൾ ഓടിയത്? വെറുതെ അല്ല. എന്റെ ഭാര്യ നിങ്ങളെ കണ്ടപ്പോൾ ഭയന്നു പോയതെന്തിന്? എനിക്കറിയില്ല. അറിയാം, നിങ്ങൾക്കറിയാം. പറയൂ. എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്കറിയില്ലേ? സത്യം പറയൂ. നിങ്ങൾ എന്തെല്ലാമോ മറച്ചു വെക്കുന്നു. പറയൂ. പറയാം, ഞാനെല്ലാം പറയാം. ബിന്ദു ഇവിടെ വന്നിരുന്നു. ആരെങ്കിലും വിളിച്ച് ബിന്ദുവിനകത്തോട്ടേക്ക് കിടക്കും. ശരി ഡോക്ടർ. വിനോദിന് എന്ത് പറ്റി? കയറാനല്ലേ പറഞ്ഞത്? തല തുടങ്ങി. എന്താ സംഭവിച്ചത്? പറയൂ. ബിന്ദുവിന് പിന്നെയും അസുഖമുണ്ടായത് എങ്ങനെയാണ്? ഒന്നും മിണ്ടാതിരിക്കുമോ? വിനോദ്, കുടിക്കൂ. വിനോദ്, വിനോദിന് എന്തു പറ്റി? എന്തോ ബിന്ദുവിന് വീണ്ടും അസുഖം തുടങ്ങി. എനിക്ക് വേണ്ട. ബിന്ദു, ബിന്ദു. അമ്മ എന്നെ അവിടെ കൊണ്ടാക്കി. അയാളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അമ്മേ,
എന്തിനായിരുന്നു അമ്മേ? എന്തിനായിരുന്നു? ബിന്ദു, അയാൾ നിന്നെ എന്ത് ചെയ്തു? അയാൾ എവിടെ പോയി? എവിടെ പോയി? അയാൾ ബിന്ദുവിനെ എന്ത് ചെയ്തു? ആര്? ആരും എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ബിന്ദുവിന്റെ ജീവിതത്തിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം? ഇല്ല ഡോക്ടർ, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്കതറിയാം, പക്ഷെ നിങ്ങൾ പറയുന്നില്ല. അവൾ ഭ്രാന്ത് കൊണ്ട് എന്തൊക്കെയോ പുലമ്പുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാൻ കഴിയും. എന്നോട് കള്ളം പറയരുത്. ഡോക്ടർ പറയൂ, എന്താണ് ഉണ്ടായത്? എനിക്കതറിയണം. എന്നോടത് ചോദിക്കരുത്. ഞാൻ പറയില്ല. ഞാനത് പറഞ്ഞാൽ എന്റെ മോളുടെ ജീവിതം തകർന്നു പോകും. പറഞ്ഞില്ലെങ്കിൽ അവളുടെ ജീവനായിരിക്കും അപകടത്തിലാവുന്നത്. ഡോക്ടർ, നിങ്ങളുടെ മകൾ ഒരു ഭ്രാന്തിയായി ഈ ആശുപത്രിയിൽ കിടന്ന് മരിക്കണോ, അതോ സുഖമായി വീട്ടിലേക്ക് പോകണോ? അവളെ സുഖമാക്കണം ഡോക്ടർ. എന്റെ മകളെ സുഖമാക്കണം. എങ്കിലത് മറച്ചു വെക്കരുത്. പറയൂ, അവൾക്ക് എന്താണ് സംഭവിച്ചത്? പറയാം, ഞാനത് പറയാം. അതൊരു രഹസ്യമാണ്. ഡോക്ടർ ആരോടും പറയരുത്. ഇല്ല, ഞാൻ പറയില്ല. ഡോക്ടർ, നിങ്ങൾ വിനോദിന്റെ അച്ഛന്റെ സ്നേഹിതനാണ്, കുടുംബ സുഹൃത്താണ്. അവരാരും ഇത് അറിയരുത്. നിങ്ങളെ ഞാൻ ഭയപ്പെടുന്നു ഡോക്ടർ. ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്, എന്നെ വിശ്വസിക്കൂ. ഞാൻ ആരുടെയും ജീവിതം തകർക്കുകയില്ല. പറയൂ, ബിന്ദുവിന് എന്താണ് സംഭവിച്ചത്? അവൾക്ക് 14 വയസ്സുള്ളപ്പോഴാണ് അത് സംഭവിച്ചത്. അവൾ കൊച്ചുകുട്ടിയായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു ഡോക്ടർ. ഒരുത്തൻ അവളെ ചതിച്ചു. അവൾ ഗർഭിണിയായി ഡോക്ടർ. ആരാണ് പറയൂ, എനിക്കറിയില്ലമ്മേ. ആരോ ഒരുത്തൻ, അതിൽ കൂടുതലായി അയാളെ കുറിച്ച് എന്റെ മകൾക്കൊന്നും അറിയില്ലായിരുന്നു. അവൾക്കൊരബദ്ധം പറ്റി. ഞങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കൊച്ചമ്മ ഇങ്ങനെ ഇരുന്നാലോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം ദേവി? ഇവൾക്ക് എന്തെങ്കിലും വിഷം കൊടുത്തു കൊല്ലാം, എന്നിട്ട് ഞാനും ആത്മഹത്യ ചെയ്യാം. കൊച്ചമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓരോ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? അവരെല്ലാം മരിക്കുകയാണോ ചെയ്യുന്നത്? ഈ കൊച്ചു കുഞ്ഞിന് ചെറിയ തെറ്റ് പറ്റിയതല്ലേ, അതെല്ലാം ചെവിക്ക് അവി അറിയാ തീർക്കാവുന്നേ ഉള്ളൂ കൊച്ചമ്മേ. ഇവിടെ നിന്ന് കുറെ ദൂരെ എനിക്ക് പരിചയമുള്ളൊരു തള്ളയുണ്ട്. നമുക്ക് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോകാം. അവരിതിനൊക്കെ മെഡിക്കുക. 2-3 ദിവസം അവിടെ താമസിച്ചാൽ മതി, എല്ലാം ശരിയാവും. കൊച്ചമ്മ ഒന്നും പേടിക്കണ്ട, കുഞ്ഞിനെ നമുക്ക് അവിടെ കൊണ്ടുപോകാം. ഞാൻ ബിന്ദുവിനെ ആ വയസ്സിൽ തള്ളയുടെ അടുത്ത് കൊണ്ടുപോയി. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ. നമുക്ക് 2-3 ദിവസം ഈ അമ്മമ്മയുടെ കൂടെ ഇവിടെ താമസിക്കാം. വാ മോളെ. കൊച്ചമ്മ പോയിക്കോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കുഞ്ഞിന്റെ കൂടെ. വാ വാ മോളെ, വാ. എനിക്കപ്പോൾ എന്റെ അഭിമാനമായിരുന്നു വലുത്. അവരെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ മടങ്ങി. അവരത് ചെയ്തു. അവിടെ നിന്നും അവളെ കൊണ്ടുവന്നപ്പോൾ അവൾക്ക് പനിയുണ്ടായിരുന്നു. പനി കൂടി
പനി മാറിയപ്പോൾ അവളുടെ ഉന്മേഷവും പ്രസരിപ്പും എവിടെയോ പോയി. ആ സംഭവത്തെക്കുറിച്ച് അവൾക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. അവളെല്ലാം മറന്നുപോയി. ഞാനതൊരു ഭാഗ്യമായി കരുതി. ഇപ്പോഴും അവൾക്കത് ഓർമ്മയില്ല. ചിലപ്പോൾ അവ്യക്തമായ എന്തൊക്കെയോ ചിത്രങ്ങൾ മനസ്സിൽ തെളിയുന്നുവെന്ന് മാത്രം. എന്റെ മകൾക്ക് സുഖമാകുമോ ഡോക്ടർ? ഞാൻ ശ്രമിക്കാം. അവളുമായി ബന്ധപ്പെട്ട ആളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചില്ലേ? ഒരിക്കൽ ബിന്ദുവിനെ ആ വയസ്സിൽ തള്ളയെടുത്ത് കൊണ്ടാക്കിയതിനു ശേഷം അയാൾ എന്റെ വീട്ടിൽ വന്നിരുന്നു. ഒരു പെൺകുട്ടി ഇവിടെ നിങ്ങളുടെ മകളാണോ? ബിന്ദുവോ? പേരെനിക്കറിയില്ല. ഒരു 10-14 വയസ്സ് കാണും. അവളെ നിങ്ങൾ എങ്ങനെ അറിയും? ഞാൻ കണ്ടിട്ടുണ്ട്. കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ കുട്ടി ഇവിടെ ഉണ്ടോ? നിങ്ങളാണ് അവളെ നശിപ്പിച്ചത് അല്ലേ? എനിക്കൊരു തെറ്റ് പറ്റി. അത് തിരുത്താനാണ് ഞാൻ വന്നത്. നിനക്ക് തെറ്റ് പറ്റിയല്ലേ? ഇറങ്ങണോ പുറത്ത്? ഞാൻ പറയുന്നതൊന്ന് എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങാനാണ് പറഞ്ഞത്. ഇനി നീ ഇവിടെ നിന്നാൽ നിന്നെ ഞാൻ കൊന്നുപോകും. ഒന്ന് സമാധാനമായി. എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങ പുറത്ത്. ഞാൻ അയാൾ ആട്ടിയിറക്കി. അയാളെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. എനിക്കപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല.